2024 തീരാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2024ലേക്ക് നിങ്ങൾ കയറിയ സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും നേടണം എന്ന ചിന്തയായിട്ടൊക്കെ ആയിരിക്കാം 2024ലേക്ക് നിങ്ങൾ കയറിയിട്ടുണ്ടാവുക. ആരൊക്കെ എന്തൊക്കെ നേടി എന്നുള്ളതിലാണ് കാര്യം. പലരും ഇപ്പൊ കുറ്റബോധത്തിലായിരിക്കും. ഈ ഒരു വർഷം തീരുകയാണ്, ഒന്നും നേടിയിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധത്തിലാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രം മതി നമ്മുടെ ലൈഫിൽ വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട്. ഒറ്റ നിമിഷത്തെ ഒരു തീരുമാനത്തിൽ ജീവിതം മാറ്റിയെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. മാറണമെന്ന് നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുഴുവനായിട്ട് വീഡിയോ കാണാം. ഓർക്കുക, ഇനിയും നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. പക്ഷേ ഇനിയുള്ള സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം വേറൊരു ഓപ്ഷൻ ഇല്ല. അടുത്ത വർഷത്തേക്ക് നമുക്കത് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഈ വർഷം തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മെന്റലി ക്ലിയർ ആവാൻ, ഫിസിക്കലി സ്ട്രോങ് ആവാൻ, ഫൈനാൻഷ്യലി സെക്യൂർ ആവാൻ, സ്പിരിച്വലി പീസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സുകളാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. അത് നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആദ്യം മെൻ്റൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളെ മുന്നോട്ട് വളരാൻ അനുവദിക്കാത്ത, നിങ്ങളുടെ ഗ്രോത്തിന് സമ്മതിക്കാത്ത എന്തോ ഒരു കാര്യം നിങ്ങളെ എവിടേക്കോ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഫസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഈഗോ ആയിരിക്കാം, നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ ആയിരിക്കാം, നിങ്ങളുടെ ഫിയർ ആയിരിക്കാം, ചിലപ്പം ചില സാഹചര്യങ്ങളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, സംഭവങ്ങളായിരിക്കാം. എന്തൊക്കെയോ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു മല കയറുവാണെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വഴി കൂടെ നടന്നു പോവാണ്. നിങ്ങളുടെ പുറത്തൊരു ബാഗ് ഉണ്ട്. ഈ ബാഗിൽ നിറയെ പാറ കഷ്ണങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയൊരു പാറ കഷ്ണമാണ് നിങ്ങൾ ഈ മെന്റലി ബ്ലോക്ക് ചെയ്യുന്ന ഈ ഒരു കാരണം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും ഹെൽപ്പ് ചെയ്യാത്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു മെന്റൽ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കതിനെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിനെ മാറ്റിയെടുക്കുമ്പോൾ അത്രയും വലിയൊരു പാറ കഷ്ണത്തെ നമ്മൾ നമ്മുടെ ബാഗിൽ നിന്ന് എടുത്ത് കളയുന്ന ഒരു ഫീലാണ്. അപ്പൊ തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അത്രത്തോളം നിങ്ങൾ ടയേർഡ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേജിൽ കയറിയിട്ട് സംസാരിക്കാനുള്ളൊരു ഫിയർ ആയിരിക്കും. നിങ്ങളിപ്പോൾ ആ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ചിലപ്പോൾ നിങ്ങളെ കുറേ പേര് കളിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമായിരിക്കും. അതിനപ്പുറത്തോട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനെ നിങ്ങൾ പേഴ്സണലി എടുക്കാതെ എവിടെയാണ് എനിക്കും എന്താണ് പറ്റിയത്, എനിക്ക് എവിടെയാണ് മോശം പറ്റിയത്, എനിക്ക് എവിടെയാണ് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു പാഠമായിട്ട്, പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുത്ത് നിങ്ങളെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടും. നിങ്ങളെ ഇന്ന് കല്ലെറിഞ്ഞവർ നാളെ കൈയടിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ പിന്നോട്ട് വലിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമന്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ അതിനെ നിങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ പറ്റി സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ഹെയർ കെയർ, സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാക്കാനും ഒരു മടിയില്ല. എത്ര രൂപ ചെലവാക്കിയിട്ട് വേണമെങ്കിലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങിക്കും. പക്ഷെ ഒരിക്കലും ഹെൽത്തിന് വേണ്ടിയിട്ട് 1 രൂപ ചെലവാക്കാനോ അല്ലെങ്കിൽ ഹെൽത്ത് ശ്രദ്ധിക്കാനോ നമ്മൾ ആരും തയ്യാറാവാറില്ല. ഇപ്പോൾ കൊച്ചുകുട്ടികളിൽ പോലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് PCOD, തൈറോയിഡ്, ഫാറ്റി ലിവർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതിനൊക്കെ വേണ്ടിയിട്ട് പരിഹാരം എന്നോളം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരുന്ന് കഴിക്കുക എന്നുള്ള കാര്യമാണ്. ഒരിക്കലും ഹെൽത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസുകളോ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല. ഈ ഒരൊറ്റ പ്രശ്നം, ഇപ്പോൾ PCOD എടുക്കാം. ഈ ഒരൊറ്റ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന മറ്റ് അനവധി പ്രശ്നങ്ങളുണ്ട്. മുടി കൊഴിച്ചിലുണ്ടാവാം, സ്കിന്നിൽ മാറ്റം ഉണ്ടാവാം, മുഖത്ത് രോമ വളർച്ച ഉണ്ടാവാം, പിമ്പിൾസ് ഉണ്ടാവാം, ഹോർമോൺ ഇൻബാലൻസിന്റെ ഭാഗമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഒരൊറ്റ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പകരം ഈ ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പിമ്പിൾസ് മാറാൻ
വേണ്ടിയിട്ട് ക്രീം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് എടുക്കുക, ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഈ ഹോർമോൺ ഇംബാലൻസ് മാറാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുക. ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരു ദിവസം ഒരു 30 മിനിറ്റ് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ഈ പൈസ ഒന്നും ചിലവാവാതെ നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ആർക്കും അത് ചെയ്യാൻ വയ്യാതെ മടിയാണ്. ഈ മടി നമുക്ക് നഷ്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളായിക്കോട്ടെ, അനവധി നഷ്ടങ്ങളായിക്കോട്ടെ, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒറ്റ പരിഹാരം എന്ന് പറയുന്നത് വ്യായാമമാണ്. വ്യായാമം എല്ലാവരും ചെയ്യണം, വണ്ണമുള്ളവരും വണ്ണമില്ലാത്തവരും. വണ്ണം കുറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല വ്യായാമം ചെയ്യുന്നത്, നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നമ്മളുടെ മൂഡ് സ്വിങ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവല് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നല്ല സ്ട്രെസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രെസ് കുറവായിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ശരീരം, എനിക്ക് വണ്ണം ഉള്ളത്, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല, പിന്നെ നാട്ടുകാർക്കാണോ പ്രശ്നം. ആക്ച്വലി ശരിയാണ്, നമുക്ക് വണ്ണം ഉള്ളത് വണ്ണം ഇല്ലാത്തതൊക്കെ നമുക്ക് നമ്മുടെ പാരമ്പര്യമോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടായിപ്പോയി, അതിന് മറ്റുള്ളവരുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ എവിടെയൊക്കെയോ നമുക്ക് ഈ വണ്ണം ഉള്ളതിൻ്റെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. എക്സ്പെഷ്യലി നമ്മൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട ആളുകളുടെ വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ കാണുമ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ അങ്ങനത്തെ ഒരു നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ട്. എനിക്ക് വണ്ണം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ വരാറുണ്ട്. അപ്പോൾ നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മെലിയുക എന്നുള്ളതിനേക്കാളും നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, അത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. നമ്മൾ ഫിറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്, നിങ്ങൾക്ക് ഈ വരുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഈ ഒരു മാസം തന്നെ എക്സസൈസ് കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതെന്തും ആകാം. 10 മിനിറ്റ് നിങ്ങൾക്ക് നടക്കാം, ഓടാം, സൈക്ലിംഗ് ചെയ്യാം, ഡാൻസ് ചെയ്യാം, ജിമ്മിൽ പോകാം, യോഗയ്ക്ക് പോകാം, സൂംബയ്ക്ക് പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു 10 മിനിറ്റ് എങ്കിലും ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് പണത്തെ പറ്റി സംസാരിക്കാം. നമുക്ക് പണം ഉണ്ടാക്കാനും സേവ് ചെയ്യാനും കൂടുതൽ പണക്കാരാവാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ പണം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചെലവുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് അനാവശ്യമായി ചെലവുകൾ വരുന്നത് അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, ചിലത് ഹാബിറ്റ്സ് ആയിരിക്കും, അത് സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിലൊരു ലിമിറ്റ് വെക്കുക. ഇപ്പോൾ നിങ്ങൾ ഡെയിലി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഡെയിലി എന്നുള്ളത് ഒന്നിടവിട്ട ദിവസങ്ങളിലാക്കാം. അപ്പം ഈ ഇടവിട്ട ദിവസങ്ങളിലെ പൈസ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സേവിങ്സ് മൈൻഡ് സെറ്റ് ഉണ്ടാവുന്ന ഒരാളിന് മാത്രമേ ഭാവിയിൽ കുറച്ചുകൂടി പൈസ ഉണ്ടാക്കാനും കൂടുതൽ സേവ് ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് ഓൾറെഡി നമ്മളുടെ ചിലവുകൾ നമ്മൾ അതൊരു സേവിങ്സ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെ നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഏത് മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2-3 വർഷമായിട്ട് സെയിം സാലറിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് കൂട്ടി ചോദിക്കാം. നിങ്ങളതിന് നല്ല സാലറി കിട്ടാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളതിൽ സാലറി കൂട്ടി ചോദിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സ്ഥാനക്കയറ്റം ഉണ്ടാവുമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഇനി അതല്ല മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് പോകേണ്ടി വന്നാലും നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻകം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി വേറെ, നിങ്ങളുടെ സ്കില്ല് വേറെ ആണെന്ന് വിചാരിക്കുക. എപ്പോഴും നമ്മളുടെ സ്കില്ലാണ് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചതാണ്. അപ്പം നിങ്ങളുടെ ഒരു സൈഡിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, മറ്റേ സൈഡിൽ നിങ്ങളുടെ സ്കില്ല് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് പഠിക്കാം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ക്ലാസ്സുകളൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പോഡ്കാസ്റ്റുകൾ അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ കൂടുതലും അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സമയത്ത് പൈസ ഇല്ലാതിരുന്ന സമയത്ത് കൂടുതൽ അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വായിക്കുക, ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഴ്സ് യൂസ് ചെയ്യുകയായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ
സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് എന്ത് സോഴ്സ് കിട്ടുന്നോ അതിൽ കൂടി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങൾ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകളുമായിട്ട് സംസാരിക്കുക, അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് ഭയങ്കര വലുതായിരിക്കും. അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളൊരു ലേണിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, ഓരോ ദിവസവും അറിവുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു ജോലി കൂടി ചെയ്ത് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം, ഒരു എക്സ്ട്രാ വരുമാനം, ഒരു എക്സ്ട്രാ സേവിങ്സ് ഉണ്ടാവുകയാണ്. അപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു സോഴ്സിൽ നിന്നല്ലാതെ പല സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാനായിട്ട് നോക്കുക. കുറെ നാൾ മുമ്പ് വരെ എനിക്കൊരൊറ്റ സോഴ്സിൽ നിന്നായിരുന്നു ഇൻകം വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം എൻ്റെ ലൈഫിലുണ്ടായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നാണ് ഇപ്പോൾ ഇൻകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇൻകം മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആകും, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം പെരുക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഇൻകം ഉണ്ടാവാനുള്ള സോഴ്സുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക, ആ സോഴ്സുകളിലൂടെ നിങ്ങൾ വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഫീഡ് യുവർ സോൾ ബൈ കണക്ടിങ് വിത്ത് സംതിങ് ഗ്രേറ്റർ ദാൻ യുവർ സെൽഫ്. അത് പ്രാർത്ഥനയിലൂടെ ആവാം, മെഡിറ്റേഷനിലൂടെ ആവാം, ഈവൻ നിങ്ങൾക്ക് പുറത്ത് പ്രകൃതിയുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ ആവാം. ഏത് രീതിയിലൂടെ വേണമെങ്കിലും നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവുക. സ്പിരിച്വലി നിങ്ങൾ ഗ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലൈഫിനെ നോക്കി കാണുന്ന രീതി തന്നെ ഭയങ്കര മാറ്റം ഉണ്ടാവും. ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉയർച്ച, സന്തോഷം, സമാധാനം മാത്രം ഉണ്ടാവും എന്നല്ല. നമ്മൾ കുറച്ചുകൂടി സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ് അതെന്ത് തന്നെ ആയാലും, എത്ര ഹാർഡ് ആയാലും നമ്മൾ അതിനെ ഡീൽ ചെയ്യാൻ പഠിക്കും. അതായത് നമ്മൾ വീണെടുത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റ്, വീണ്ടും ഒന്നിൽ നിന്ന് എത്ര തവണ വീണാലും അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങാനുള്ള ഒരു ധൈര്യം, അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആണ്. അതിനെ വേസ്റ്റ് ചെയ്യാതെ ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനുശേഷം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഭയങ്കര വലുതാണ്. ഞാനും നിങ്ങളെ പോലെ തന്നെ എല്ലാ വർഷവും ഈ വർഷം നന്നാവണം, ഈ വർഷം എന്തൊക്കെയോ നേടണം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഓരോ വർഷവും ഞാൻ കടന്നു പോയിട്ടുള്ളത്. ഓരോ വർഷവും ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ നല്ലൊരു സമയം ഞാൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എക്സ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ആവശ്യമില്ലാതെ ടൈം വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ റിലേറ്റബിൾ റീൽസ് ഒക്കെ കണ്ട് അതൊക്കെ സ്ക്രോൾ ചെയ്ത് അതൊക്കെ കുറെ പേർക്ക് അയച്ചു കൊടുത്ത് അവരെനിക്ക് ഇങ്ങോട്ട് അയക്കുന്നതും കണ്ട് ചിരിച്ച്, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് കഴിവുണ്ട്. പക്ഷെ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് അറിയുന്നില്ല എന്നുള്ളതല്ല, അതിന് പരിശ്രമിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ലൈഫ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ലൈഫിൽ ഒരൊറ്റ മൊമെന്റിൽ എടുത്ത തീരുമാനമാണ് എൻ്റെ ലൈഫ് ഇന്ന് ചേഞ്ച് ആക്കിയത്. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ടൈം കൊടുത്ത് അതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്.